ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മേന മലയാളത്തിലെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. പൃഥ്വിരാജ്, ബേസിൽ ജോസഫ് എന്നിവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളാക്കി വിപിൻ ദാസ് സംവിധാനം ചെയ്ത മനോഹരമായിട്ടുള്ള കോമഡി ചിത്രം ഗുരുവായൂർ അമ്പലനടയിൽ കണ്ടതിന് ശേഷം എനിക്ക് അതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇപ്പോൾ OTT റിലീസ് ചെയ്തിട്ടുള്ള ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തേത്, ചിത്രത്തിന്റെ കഥ മെയിനായിട്ട് നടക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ്. കൂടാതെ ചിത്രത്തിന്റെ ഭൂരിഭാഗം സീനുകളും കാണിച്ചിരിക്കുന്നത് ഗുരുവായൂർ എന്ന സ്ഥലത്ത് വെച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ കൃഷ്ണൻ, വിഷ്ണു എന്നിങ്ങനെയുള്ള ചിത്രങ്ങളെല്ലാം പല ഭാഗത്തും പല രീതിയിൽ യൂസ് ചെയ്തിരിക്കുന്നതായി കാണാം. ആദ്യത്തേത്, ബേസിലിന്റെ വിനു എന്ന കഥാപാത്രത്തിന് ദുബായിലുള്ള ഓഫീസ് കാണിക്കുന്ന സമയത്ത് അവിടെ കൊടുത്തിരിക്കുന്നതായും പിന്നീട് വിനുവിന്റെ കാർ കാണിക്കുന്ന സമയത്ത് അതിൽ വെച്ചിരിക്കുന്നതായും വിനുവിന്റെയും ആനന്ദിന്റെയും കുഞ്ഞുണ്ണിയുടെയും എല്ലാം വീടുകൾ കാണിക്കുന്ന സമയത്ത് ഇങ്ങനെ പല ഭാഗത്തും ഈ ഒരു കാര്യം യൂസ് ചെയ്തിരിക്കുന്നതായി കാണാം. പിന്നീട് അനശ്വര രാജൻ അവതരിപ്പിച്ചിട്ടുള്ള അഞ്ജലി എന്ന കഥാപാത്രത്തിന്റെ വിവാഹത്തിന്റെ കാർഡുകൾ കൊടുക്കുന്നതിനായി മേൽവിലാസങ്ങൾ എഴുതുന്ന സമയത്ത് ജഗദീഷിന്റെ കഥാപാത്രം രാമകൃഷ്ണ പൊതുവാൾ ജയാനിവാസ് എന്നൊരു പേര് പറയുന്നുണ്ട്. ഇത് എനിക്ക് തോന്നിയത് ഈ സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള വിപിൻ ദാസിന്റെ മുൻ ചിത്രമായിട്ടുള്ള ജയ 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 ഹേ എന്ന ചിത്രത്തിലെ മെയിൻ കഥാപാത്രമായിട്ടുള്ള ജയ എന്ന കഥാപാത്രത്തിന്റെ ഒരു റെഫറൻസ് ആയിട്ടാകാം. അതുകൊണ്ട് തന്നെയാകാം ആ പേര് എടുത്തു തന്നെ പറയുന്നതായി കാണിച്ചത്. വിനു, അഞ്ജലി എന്നീ കഥാപാത്രങ്ങൾ പരസ്പരം വിവാഹം കഴിക്കാൻ പോകുന്നത് കൊണ്ട്, അവർ പ്രണയിക്കുന്നത് കൊണ്ട് അവരുടെ പേരുകൾ ഫോണിൽ സേവ് ചെയ്തിരിക്കുമ്പോൾ അവിടെ ലവ് സിംബലുകൾ കൂടി യൂസ് ചെയ്തിരിക്കുന്നതായി കാണാം. എന്നാൽ ഇത് കൂടാതെ ഈ വിനുവും അഞ്ജലിയുടെ സഹോദരനായിട്ടുള്ള ആനന്ദുമായിട്ട് ഒരുപാട് സ്നേഹത്തിലായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വിനുവും അഞ്ജലിയുമായിട്ടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ വിനുവും ആനന്ദുമായിട്ടാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരും അവരുടെ ഫോൺ നമ്പറുകൾ സേവ് ചെയ്തിടുമ്പോൾ അവിടെയും ലവ് സിംബലുകൾ യൂസ് ചെയ്തിരിക്കുന്നതായി കാണാം. ഈ വിനു, അഞ്ജലി എന്നിവർ രാത്രി ഫോൺ ചെയ്യുന്നതായി ഒരു സീനിൽ കാണിക്കുന്നുണ്ട്. ഈ രംഗം നമ്മളെ കാണിക്കുന്നത് ഡബിൾ സൈഡ് ആയിട്ടാണ്, 2 സൈഡായിട്ട് രണ്ട് ഭാഗവും ഒരുപോലെ തന്നെയാണ് കാണിക്കുന്നത്. ഇങ്ങനെ കാണിക്കുന്ന ആ സമയത്ത് അവിടെ രണ്ട് സൈഡിലും ഡീറ്റെയിലിംഗായി കാര്യങ്ങൾ വെച്ചുകൊണ്ട് രണ്ട് സൈഡും ഒരുപോലെ തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് രണ്ട് സൈഡും ഒരുപോലെയുള്ള ലൈറ്റുകൾ, മൊബൈലിലെ ചാർജറുകൾ, ഇയർപോഡിന്റെ ബോക്സുകൾ, കൂടാതെ അഞ്ജലി പഠിക്കുകയാണെന്നോ മറ്റോ സൂചിപ്പിക്കുന്ന തരത്തിൽ ഒരു ബുക്കോ മറ്റോ വെച്ചിരിക്കുന്നതായും അതിന്റെ നേരെ ഓപ്പോസിറ്റായി വിനു ജോലിക്കാരനാണെന്നതുപോലെ ഒരു പേഴ്സും വെച്ചിരിക്കുന്നതായി കാണാം. ഇങ്ങനെ ആ രണ്ട് സീനുകളും ഏകദേശം ഒരുപോലെ തന്നെ ഡീറ്റെയിൽ ആയി കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു സീനാണ് വിനു തന്റെ മുൻകാമുകിയുടെ ഫോട്ടോ നോക്കുന്നതും അതേസമയം ആനന്ദ് തന്റെ പിണങ്ങി നിൽക്കുന്ന ഭാര്യയുടെ ഫോട്ടോ നോക്കുന്നതുമായിട്ടുള്ള സീൻ. ഈ രണ്ട് ഭാഗങ്ങളും ഒരുപോലെ തന്നെ മാറി മാറിയാണ് കാണിക്കുന്നത്. ഈ സമയം വിനുവിന്റെ സ്ഥലം കാണിക്കുന്ന സമയത്ത് അവിടെയുള്ള കബോർഡിലും മറ്റും ഡ്രസ്സുകളും മറ്റും ഇരിക്കുന്നതായും കൂടാതെ മേക്കപ്പിന്റെ ഐറ്റംസും മരുന്നുകളുമെല്ലാം ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആനന്ദിന്റെ സ്ഥലം കാണിക്കുമ്പോൾ അവിടെ ആ അലമാരിക്കുള്ളിൽ ഒരുപാട് ബുക്കുകളും രജിസ്റ്ററുകളും മറ്റും ഇരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. സോ ഇതിൽ നിന്നും എനിക്ക് തോന്നിയത് ഈ ആനന്ദ് എന്ന കഥാപാത്രം ഒരു ഫാക്ടറിയിലെ പ്ലാന്റ് മാനേജറാണെന്ന് പിന്നീട് ഒരു സീനിൽ കാണിക്കുന്നുണ്ട്. സോ ആനന്ദ് ആ ഒരു ഫാക്ടറിയിലെ മാനേജർ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ രജിസ്റ്ററുകളും ഫയലുകളും എല്ലാം ആയിരിക്കാം അയാളുടെ കബോർഡിൽ ഇരിക്കുന്നതായി കാണിച്ചത്. സിനിമയിൽ വരുന്ന രമണി എന്ന ജോലിക്കാരി കഥാപാത്രത്തിന് ഒരു സീനിൽ ആനന്ദിന്റെ ഭാര്യയായിട്ടുള്ള പാർവതി പണി കൊടുക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. ജഗദീഷിന്റെ കഥാപാത്രത്തിന്റെ പ്രോട്ടീൻ പൗഡർ എടുത്തുകൊണ്ട് രമണിക്ക് പാർവതി കൊടുക്കുന്നതായും എടുത്തു കാണിച്ചിട്ടില്ലെങ്കിൽ പോലും പാർവതി കൊടുത്തതായും അതിലൂടെ രമണിക്ക് പാർവതി പണി കൊടുത്തതാണെന്നും കാണിച്ചിരുന്നു. ഇതിന് എന്താണ് കാരണമെന്നൊന്നും എവിടെയും വ്യക്തമായി പറയുന്നില്ല, കാണിക്കുന്നില്ല. എങ്കിലും എനിക്ക് തോന്നിയത് ഈ രമണി എന്ന കഥാപാത്രം ഒരു ഏഷണിക്കാരിയാണ്, കുശുമ്പുകാരിയാണ് എന്നുള്ള രീതിയിലെല്ലാം പല സീനുകളിലൂടെയും കാണിച്ചിട്ടുണ്ട്. കൈനോട്ടക്കാരനായി ജോർജ് അവിടേക്ക് വരുന്ന സമയം പ്രേമത്തെപ്പറ്റി കൈനോട്ടക്കാരൻ പറയുമ്പോൾ രമണി അയ്യോ ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് പറയുകയും, ഇതുകൂടാതെ സിനിമയുടെ തുടക്കത്തിൽ ആനന്ദിനെയും പാർവതിയെയും പറ്റി ആനന്ദിന്റെ അമ്മ സംസാരിക്കുന്ന സമയത്ത് രമണി അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുകയും രമണി ആനന്ദിന്റെ അമ്മയോട് അതിനെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ എന്നെല്ലാം ചോദിക്കുകയും, ഇതുകൂടാതെ ആനന്ദും പാർവതിയുമായിട്ട് ഒന്നിക്കുന്ന സീനിൽ പുറത്തു വന്നതുകൊണ്ട് രമണി ശബ്ദമുണ്ടാക്കി അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. സോ ഇങ്ങനെ ഈ രമണി എന്ന കഥാപാത്രം കുറച്ച് കുശുമ്പെല്ലാമുള്ള, ഏഷണിയെല്ലാമുള്ള ഒരു അസൂയക്കാരിയായിട്ടുള്ള കഥാപാത്രമാണെന്ന് പല സീനുകളിലൂടെയും കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആനന്ദും പാർവതിയും മുൻപ് പിണങ്ങിപ്പോകുന്നതിന് കാരണമായിട്ടുള്ള ആ ഊമക്കത്ത് വന്നതിന് ശേഷം ഇങ്ങനെ പലതരത്തിലുള്ള ഏഷണികളും കുശുമ്പുമെല്ലാം രമണി കാണിച്ചിട്ടുണ്ടെന്നും ഒരുപക്ഷെ ഇവർ തമ്മിൽ പിരിയുന്നതിന് അതും ഒരു കാരണമായിട്ടുണ്ടെന്നും കരുതാം. അതുകൊണ്ടായിരിക്കാം തിരിച്ചു വന്ന ഉടനെ തന്നെ പാർവതി രമണിക്കിട്ട് ഇങ്ങനെ ഒരു പണി കൊടുക്കുന്നതായി കാണിച്ചത്.
പിന്നീട് വിനു ആനന്ദിന്റെ വീട്ടിൽ വന്നതിന് ശേഷം രാത്രി ഇവർ വെള്ളമടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിനു രണ്ടുപേരുടെയും ഒരു ഫോട്ടോ എടുക്കുന്നതായി കാണാം. ഈ സീനിൽ അവിടെ തൊട്ടു മുകളിലെ അവസാനമായി വിനു എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ഗാലറിയിൽ കാണിക്കുന്നുണ്ട്. അത് നോക്കുകയാണെങ്കിൽ അത് പ്ലെയിനിന് അകത്തിരുന്നു കൊണ്ട് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോയാണെന്ന് മനസ്സിലാക്കാം. അതായത് വിനു അവസാനമായി എടുത്തിട്ടുള്ള ആ ഫോട്ടോ പ്ലെയിനിൽ ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് എടുത്തതാണെന്ന് ഡീറ്റെയിൽ ആയി കാണിച്ചിട്ടുണ്ട്. ബൈജു അവതരിപ്പിച്ചിട്ടുള്ള പാർവതിയുടെ അച്ഛൻ കഥാപാത്രം ഒരു ഗൈനക്കോളജിസ്റ്റ് ആണെന്ന്, വീട്ടിൽ കൺസൾട്ടിംഗ് നടത്തുന്ന ഒരാളാണെന്ന് സിനിമയുടെ തുടക്കത്തിൽ തന്നെ ആ ബോർഡിലൂടെയും മറ്റും കാണിച്ചിട്ടുണ്ട്. ഇതേ ബോർഡ് തന്നെ വിനുവിന്റെ കൂട്ടുകാർ ബൈജുവിന്റെ വീട്ടിൽ വരുന്ന സമയത്തും അവിടെ ഇരിക്കുന്നതായി കാണാം. എന്നാൽ ഈ സമയം പണ്ട് വിനു പാർവതിയെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാനായി വന്ന രാത്രിയിൽ ബലൂൺ പറത്തിവിടുന്നതായി കാണിക്കുമ്പോൾ ആ സമയം അവിടെ ഒരു ബോർഡില്ല എന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് ഒരുപക്ഷെ ആ ഒരു സീനിന് ശേഷമല്ല, വിനു പാർവതിയെ വിഷ് ചെയ്യാൻ വന്നതിന് ശേഷമുള്ള ഏതെങ്കിലും സമയത്തായിരിക്കാം ബൈജുവിന്റെ കഥാപാത്രം വീട്ടിൽ കൺസൾട്ടിംഗ് തുടങ്ങിയെന്നും അതുകൊണ്ടാണ് നേരത്തെ അവിടെ ആ ബോർഡില്ല എന്നും കാണിച്ചതായിരിക്കാം. ഈ സിനിമയിൽ പല സിനിമകളിലെ പാട്ടും ഡയലോഗുകളുമെല്ലാം മനോഹരമായി യൂസ് ചെയ്തിട്ടുണ്ട്. നന്ദന എന്ന സിനിമയിലെ ക്ലൈമാക്സിന്റെ രംഗങ്ങളെല്ലാം അതുപോലെ തന്നെ കൊണ്ടുവരാൻ ചിത്രത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ അഴകിയ ലൈല എന്ന പാട്ട്, കൂടാതെ ബാംഗ്ലൂർ ഡേയ്സിലെ ചില ഡയലോഗുകളും, എനിക്ക് ചേച്ചിയുടെ പുറകെ ഓടാനല്ല ചേച്ചിയുടെ മുന്നേ ഓടാനാണ് ഇഷ്ടം എന്നുള്ള ജോർജിന്റെ ഡയലോഗും, തുടക്കം മാംഗല്യം എന്ന് ജോർജ് പാടുന്ന പാട്ടുകളും, ഇതുകൂടാതെ ദൃശ്യത്തിലെ പല ഡയലോഗുകളും, മോഹൻലാലിന്റെ മാനറിസവും, മമ്മൂട്ടിയുടെ വണ്ടിയുടെ നമ്പറും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പല സിനിമകളിൽ നിന്നായി എടുത്തു വെച്ചിരിക്കുന്നതായി കാണാം. ഇതിൽ എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് കറക്റ്റ് പ്ലേസിൽ ചെയ്തിരിക്കുന്നതായിട്ട് തോന്നിയ കാര്യം, ആനന്ദ് ഒരിക്കൽ അമ്മയോടും അച്ഛനോടും പറയുന്നുണ്ട് ആ രഹസ്യം എന്നോടൊപ്പം മണ്ണിൽ അലിഞ്ഞ് ഇല്ലാതാകുമെന്ന്. ഇത് ദൃശ്യത്തിലെ വരുണിനെ എവിടെയാണ് കുഴിച്ചിട്ടത് എന്നുള്ള രഹസ്യം ജോർജ് കുട്ടി ആരോടും പറയില്ല എന്നുള്ള ഡയലോഗാണ്. ഈ ഡയലോഗ് ആനന്ദ് പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത സീനിൽ കാണിക്കുന്നത് കുഞ്ഞുണ്ണി എന്ന കഥാപാത്രം വീട്ടിൽ വാഴ വെക്കാനായി കുഴിയെടുക്കുന്നതായിട്ടാണ്. സോ ഈ ഒരു സീൻ പെർഫെക്റ്റായി കണക്ട് ആകുന്നത് പോലെ തന്നെ ആനന്ദ് ആ ഡയലോഗ് പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത സീനിൽ വരുണിനെ ആ കുഴിച്ചിട്ട കാര്യം ഓർമ്മിപ്പിക്കുന്നത് പോലെയാണ് കുഞ്ഞുണ്ണി ഇവിടെ വാഴയ്ക്ക് കുഴിയെടുക്കുന്നതായി കാണിക്കുന്നത്. മായൻകുട്ടി വി എന്ന കഥാപാത്രത്തെ കാണിക്കുമ്പോഴെല്ലാം അയാളുടെ ടീഷർട്ടിലായി ഓരോ സിനിമയിലെ പാട്ടുകളുടെ വരികൾ കൊടുത്തിരിക്കുന്നതായി കാണാം. അതെല്ലാം പെർഫെക്റ്റ് ടൈമിങ്ങിൽ കൊടുത്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് ആദ്യം ഇയാളെ കാണിക്കുന്ന സമയത്ത് ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം എന്നുള്ള വരികളാണ് കൊടുത്തിരിക്കുന്നത്. അതായത് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു പോയിട്ടുള്ള ഒരാളെ പോലെ. ഈ അവസരത്തിൽ വിനു എന്ന കഥാപാത്രം എല്ലാവരാലും ഒറ്റപ്പെട്ട് കഴിയുന്നു, അല്ലെങ്കിൽ ഒരു മാർഗവും ഇല്ലാതെ വരുന്ന സമയത്താണ് ഇയാളെ തേടി പോകുന്നതായി കാണിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ പിന്നീട് വിനുവും ഷംസുവും എല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വിനു എണ്ണീച്ചു വരുമ്പോൾ ഉറക്കത്തിൽ നിന്ന് എണ്ണീച്ചു വരുന്ന സീനിൽ ഇയാളുടെ ടീഷർട്ടിലായി കാണിക്കുന്നത് ഇന്നലെ മയങ്ങുന്ന നേരം എന്നാണ്. ഇതുപോലെ തന്നെ പിന്നീട് താൻ കാരണം മുടങ്ങിയ കല്യാണം വീണ്ടും നടക്കാൻ പോകുമ്പോൾ പ്രായശ്ചിത്തമായിട്ട് മായൻകുട്ടി വിനുവിന്റെ വീടിന്റെ മുന്നിലായി ഒരു ഫ്ലെക്സ് വെക്കുന്നുണ്ട്. ഇതിലും അയാൾ കൊടുത്തിരിക്കുന്നത് ഇതുപോലെ സിനിമയുടെ പാട്ടിന്റെ വരികളാണെന്ന് കാണാം. അതും അവിടെ കൊടുത്തിരിക്കുന്നത് പ്രേമം എന്ന സിനിമയിലെ പാട്ടിന്റെ വരികളാണ്. ഇതും പ്രേമം എന്ന് കേട്ടാൽ പ്രശ്നമാകുന്ന വിനു എന്ന കഥാപാത്രത്തിന്റെ ഫോട്ടോ കൊടുത്തുകൊണ്ടാണ് പ്രേമം എന്ന ചിത്രത്തിലെ പാട്ടിന്റെ വരികൾ തന്നെ മായൻകുട്ടി അവിടെ കൊടുത്തിരിക്കുന്നത്. സിനിമയുടെ അവസാനം നന്ദനം സിനിമയുടെ പോലെയുള്ള കുറച്ച് ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. ആ സമയം ഇവിടെ ഒരു ഹെലിക്യാമാണ് നന്ദനത്തിലെ പോലെ ഗുരുവായൂരപ്പൻ വന്ന് രക്ഷിക്കുന്നതായി കാണിച്ചിരിക്കുന്നത്. ഇവിടെ തന്നെ രണ്ട് ഡീറ്റെയിലിംഗ് ഉണ്ട്. ഒന്ന്, ഈ ഹെലിക്യാം അമ്പലത്തിന്റെ അകത്തേക്ക് പോകുന്ന സമയത്ത് ആനന്ദ് നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ആ ഹെലിക്യാമിന്റെ സിഗ്നൽ സ്ട്രെങ്ത് കൂടിക്കൂടി വരുന്നതായി കാണാം. സോ അമ്പലത്തിന്റെ ആ പ്രതിഷ്ഠയിരിക്കുന്ന സ്ഥലമാകാം അതിന്റെ യഥാർത്ഥ ഉത്ഭവസ്ഥാനം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. കൂടാതെ മായൻകുട്ടി വിയെ കണ്ടുകൊണ്ട് ആ ദിവസം നശിച്ചു പോകും എന്ന് പേടിക്കുന്ന വിനു, ഗുരുവായൂരപ്പ നീ തന്നെ അവതരിച്ച് ഇനിയൊരു മാർഗം കണ്ടെത്തി തരണേ എന്ന് പറയുന്ന സമയത്ത് തൊട്ടടുത്ത ഷോട്ടിലായി നമ്മളെ കാണിക്കുന്നത് ഈ ഹെലിക്യാമും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ക്യാമറമാനെയും മറ്റുമാണ്. സോ അവിടെ വെച്ച് തന്നെ വിനു പറയുന്നത് പോലെ ആ ഗുരുവായൂരപ്പനായി വരാൻ പോകുന്നത് ഈ ഹെലിക്യാം ആണെന്ന് ഫോർഷാഡോ ചെയ്യുന്ന തരത്തിലാണ് അവിടെ കാണിച്ചിരുന്നത്. അവസാനത്തേത്, സിനിമയുടെ തുടക്കത്തിൽ ഈ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന പേര് എഴുതി കാണിക്കുന്ന സമയത്ത് അവിടെ ഒരു താലിമാലയുടെ ചിത്രം മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് വിവാഹം നടക്കാൻ പോകുന്നതേയുള്ളൂ എന്നുള്ള രീതിയിൽ. എന്നാൽ സിനിമയുടെ അവസാനം ഇതേ പേര് എഴുതി കാണിക്കുന്ന സമയത്ത് വിവാഹം നടന്നു കഴിഞ്ഞതുകൊണ്ട് അവിടെ വധൂവരന്മാരുടെ മുകളിലേക്ക് പൂക്കൾ എറിയുന്നത് പോലെയും പന്തൽ അലങ്കരിച്ചിരിക്കുന്നത് പോലെയുമെല്ലാമാണ് കാണിച്ചിരിക്കുന്നത്. സോ സിനിമയുടെ തുടക്കത്തിൽ കല്യാണം നടക്കാൻ പോകുന്നേ ഉള്ളൂ എന്ന രീതിയിലും അവസാനം കല്യാണം നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിലുമാണ് ടൈറ്റിൽ കാണിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. വീഡിയോയുടെ അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. ഇതുപോലെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.